ഓർമ്മശക്തി 100% വർദ്ധിപ്പിക്കാൻ ഒരു ശാസ്ത്രീയ വഴി. ബൂസ്റ്റ് യുവർ മെമ്മറി. ഒരു നിമിഷം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിൽ നിൽക്കുകയാണ്. ഒരുപാട് പേരുണ്ട്, നല്ല സംഗീതമുണ്ട്, എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോഴാണ് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ടുവരുന്നത്. മുഖം നല്ല പരിചയം, എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പേരെന്തായിരുന്നു? രാജേഷ്, രമേശ്, രാഹുൽ. നിങ്ങളുടെ തലച്ചോറിനകത്ത് ഒരു കൊടുങ്കാറ്റ് വീശുകയാണ്. ഓർത്തെടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മനസ്സൊരു വെള്ള പേപ്പർ പോലെ ശൂന്യമാണ്. ആ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ചമ്മലുണ്ട്, ഒരു ചെറിയ അപകർഷതാബോധം. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ, ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്, ഉറപ്പായി പഠിച്ചു, പലതവണ എഴുതി നോക്കിയ ഒരു ചോദ്യം, ഉത്തരം നാക്കിന്റെ തുമ്പത്തുണ്ട്, പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. ആ നിമിഷം തോന്നുന്ന ഒരു നിസ്സഹായതയുണ്ട്. സമയം അതിവേഗം മുന്നോട്ടു പോകുന്നു, നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. അല്ലെങ്കിൽ മാസാവസാനം ATM കൗണ്ടറിൽ നിൽക്കുമ്പോൾ പിൻ നമ്പർ ഓർമ്മ വരുന്നില്ല. 4 അക്കങ്ങൾ എത്രയോ കാലമായി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ആ നിമിഷം തലച്ചോറ് നിങ്ങളോട് നിസ്സഹകരിക്കുകയാണ്. ഈ അനുഭവങ്ങൾ, ഈ നിമിഷങ്ങൾ, ഇത് എന്റെ മാത്രം കഥയല്ല, നിങ്ങളുടെ മാത്രം കഥയല്ല, ഇത് നമ്മളെല്ലാവരുടെയും കഥയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും? നമ്മൾ സ്വയം പറയും, ശേ, എനിക്ക് ഓർമ്മശക്തി തീരെയില്ല. നമ്മൾ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കും. ഓർമ്മശക്തി എന്നത് ചിലർക്ക് ജന്മനാ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നമുക്കത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ ബുദ്ധിമുട്ടുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കും. ഭാഗം 1. നമ്മൾ വിശ്വസിക്കുന്ന നുണയും നമ്മുടെ തലച്ചോറിന്റെ സത്യവും. പക്ഷെ ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നുണയാണെങ്കിലോ? ആരോ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയാവാം. സത്യം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് മോശം ഓർമ്മശക്തിയല്ല ഉള്ളത്. നിങ്ങൾക്ക് പരിശീലനം ലഭിക്കാത്ത, എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചു തരാത്ത ഒരു ഓർമ്മശക്തിയാണുള്ളത്. നിങ്ങളുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ ശക്തിയുള്ള, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ അതിന്റെ സ്വിച്ച് എവിടെയാണെന്ന് ആരും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അത്രമാത്രം. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. നാളെ മുതൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ടാകും? നിങ്ങൾ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന ഒന്നും നിങ്ങൾ മറക്കുന്നില്ല. പരീക്ഷയ്ക്ക് പഠിച്ചത് അതേപടി കോമയും ഫുൾ സ്റ്റോപ്പും തെറ്റാതെ ഓർത്തെടുക്കാൻ കഴിയുന്നു. പുതിയതായി പരിചയപ്പെടുന്ന ആരുടെയും പേര്, മുഖം, പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. ഒരു പുതിയ ഭാഷയോ പുതിയൊരു കഴിവോ പഠിക്കാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മതി. കടലാസിലോ ഫോണിലോ നോക്കാതെ മണിക്കൂറുകളോളം സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളമായിരിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങളായിരിക്കും അതുണ്ടാക്കുക? ഇതൊരു സ്വപ്നമല്ല, ഇതൊരു സിനിമയിലെ കഥയല്ല. 2500 വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഗ്രീക്കുകാർ മുതൽ ഇന്നത്തെ ലോക മെമ്മറി ചാമ്പ്യന്മാർ വരെ ഉപയോഗിക്കുന്ന ഒരു രഹസ്യമുണ്ട്. തലച്ചോറിന്റെ ആ സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ഒരു താക്കോൽ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ആ താക്കോൽ നിങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ്. വെറുതെ പറഞ്ഞു പോവുകയല്ല. നമ്മൾ ഒരുമിച്ച് ഈ നിമിഷം നിങ്ങളുടെ തലച്ചോറിന്റെ ഉള്ളിലെ ആ അത്ഭുത ശക്തിയെ തൊട്ടുണർത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഓർമ്മയുടെ കൊട്ടാരം നമ്മൾ ഒരുമിച്ച് നിർമ്മിക്കും. ഭാഗം 2. എന്താണ് ഓർമ്മയുടെ കൊട്ടാരം? ഇതിന് പിന്നിലെ ശാസ്ത്രം. മെമ്മറി പാലസ് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായി തോന്നാം. പക്ഷെ ഇതിന്റെ അടിസ്ഥാന തത്വം വളരെ വളരെ ലളിതമാണ്. ഇതിനെ മെത്തഡ് ഓഫ് ലോസായ് എന്നും പറയും. ലോസായ് എന്നാൽ ലാറ്റിൻ ഭാഷയിൽ സ്ഥലങ്ങൾ എന്നാണ്. ഇത് ലോകത്തിലെ ഏറ്റവും പഴയതും ശക്തവുമായ ഓർമ്മ വിദ്യകളിൽ ഒന്നാണ്. ഇതിന്റെ പിന്നിലെ ആശയം ഇതാണ്: നമുക്ക് ഓർമ്മിക്കാൻ പ്രയാസമുള്ള വിരസമായ വിവരങ്ങളെ, ഉദാഹരണത്തിന് ഒരു പലചരക്ക് ലിസ്റ്റ്, ചരിത്രത്തിലെ വർഷങ്ങൾ, ഫോൺ നമ്പറുകൾ, നമ്മുടെ തലച്ചോറിന് വളരെ എളുപ്പത്തിൽ ഓർക്കാൻ കഴിയുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുക. എന്താണ് നമ്മുടെ തലച്ചോറിന് ഏറ്റവും എളുപ്പത്തിൽ ഓർക്കാൻ കഴിയുന്നത്? സ്ഥലങ്ങളും വഴികളും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ദിവസവും പോകുന്ന വഴി, നിങ്ങളുടെ വീടിന്റെ ഓരോ മുക്കും മൂലയും, നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസ്, കോളേജ്, സ്കൂൾ, ഈ സ്ഥലങ്ങളൊന്നും നിങ്ങൾ മനഃപാഠം പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ എല്ലാം ഒരു ത്രിമാന രൂപം, 3D മാപ്പ് വളരെ വ്യക്തമായി പതിഞ്ഞു കിടപ്പുണ്ട്. കണ്ണടച്ചൊന്ന് ആലോചിച്ചാൽ
നിങ്ങളുടെ വീടിന്റെ മുൻവാതിലിൽ നിന്ന് അടുക്കളയിലേക്ക് എങ്ങനെ പോകാമെന്ന് കൃത്യമായി പറയാൻ പറ്റും, അല്ലേ? ഇതിനെയാണ് ശാസ്ത്രം സ്പെഷ്യൽ മെമ്മറി എന്ന് പറയുന്നത്. മനുഷ്യന്റെ തലച്ചോറ് പരിണമിച്ചു വന്ന കാലം മുതൽ, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, ഭക്ഷണം കണ്ടെത്താനും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും താമസ സ്ഥലത്തേക്ക് തിരിച്ചു വരാനും ഈ കഴിവ് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളെ ഓർക്കാനുള്ള നമ്മുടെ തലച്ചോറിന്റെ കഴിവ് അസാധാരണമാണ്. മെമ്മറി പാലസ് ടെക്നിക് ചെയ്യുന്നത് ഈ ഒരു ഹാക്കിംഗ് ആണ്. ഓർക്കാൻ പ്രയാസമുള്ള ഒരു രൂപവുമില്ലാത്ത ആബ്സ്ട്രാക്ട് വിവരങ്ങളെ നമുക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലത്ത് വിചിത്രവും തമാശ നിറഞ്ഞതും വൈകാരികവുമായ ചിത്രങ്ങളായി നമ്മൾ സൂക്ഷിക്കുന്നു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് 3 പ്രധാന കാരണങ്ങളുണ്ട്. 1. വിഷ്വലൈസേഷൻ. മനുഷ്യന്റെ തലച്ചോറ് ഒരു വിഷ്വൽ പ്രോസസറാണ്. നമ്മൾ കേൾക്കുന്നതിനേക്കാളും വായിക്കുന്നതിനേക്കാളും വേഗത്തിൽ ചിത്രങ്ങളെ തിരിച്ചറിയുകയും ഓർക്കുകയും ചെയ്യും. ആന എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ, ന എന്ന അക്ഷരങ്ങളല്ല വരുന്നത്, മറിച്ച് ഒരു ആനയുടെ ചിത്രമാണ്. മെമ്മറി പാലസിൽ നമ്മൾ ഓരോ വിവരത്തെയും ഒരു ദൃശ്യമായി മാറ്റുന്നു. 2. അസോസിയേഷൻ. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വിവരത്തെ ഓർക്കാൻ തലച്ചോറിന് മടിയാണ്. എന്നാൽ അതിനെ മറ്റൊന്നുമായി ബന്ധിപ്പിച്ചാൽ ഓർമ്മ എളുപ്പമാകും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പുതിയ വിവരത്തെ നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലവുമായി ബന്ധിപ്പിക്കുന്നു. 3. വിചിത്രതയും വികാരവും. സാധാരണ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് മറക്കും. എന്നാൽ അസാധാരണമായ, വിചിത്രമായ, തമാശ നിറഞ്ഞ, പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശക്തമായ വികാരങ്ങൾ ഉണർത്തുന്ന കാര്യങ്ങൾ തലച്ചോറ് ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമോ ഏറ്റവും ദുഃഖം നിറഞ്ഞ ദിവസമോ നിങ്ങൾ മറക്കുമോ? ഇല്ല. കാരണം അതിൽ ശക്തമായ വികാരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മാനസിക ചിത്രങ്ങൾ എത്രത്തോളം വിചിത്രവും വലുതും തമാശ നിറഞ്ഞതുമാണോ അത്രത്തോളം എളുപ്പത്തിൽ നമ്മുടെ ഓർമ്മയിൽ അത് പതിയുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഓർമ്മ എന്നത് വിവരങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്ന ഒരു ലൈബ്രറി ജോലി മാത്രമല്ല, അതൊരു സൃഷ്ടിപരമായ പ്രക്രിയ കൂടിയാണ്. നിങ്ങൾ വെറുതെ വാഴപ്പഴം എന്ന് ഓർക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ സോഫയുടെ മുകളിൽ ഒരു ഭീമാകാരനായ മഞ്ഞ വാഴപ്പഴം ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ഒരു ദൃശ്യം നിങ്ങളുടെ ഭാവനയിൽ സൃഷ്ടിക്കുകയാണ്. ഈ സൃഷ്ടിപരമായ പ്രവൃത്തി നിങ്ങളുടെ തലച്ചോറിന്റെ കൂടുതൽ ഭാഗങ്ങളെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കും. ഭാഗം 3. വരൂ, നമുക്ക് നിങ്ങളുടെ ആദ്യത്തെ ഓർമ്മയുടെ കൊട്ടാരം നിർമ്മിക്കാം. സിദ്ധാന്തങ്ങൾ സംസാരിച്ചത് മതി, ഇനി നമുക്ക് ഇത് പ്രായോഗികമായി ചെയ്തു നോക്കാം. ഞാൻ പറയുന്നത് പോലെ കൂടെ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എത്രത്തോളം ഇതിൽ മുഴുകുന്നുവോ അത്രത്തോളം മികച്ചതായിരിക്കും ഫലം. ഘട്ടം 1, 2. നിങ്ങളുടെ കൊട്ടാരവും വഴിയും തിരഞ്ഞെടുക്കുക. ആദ്യം വേണ്ടത് നമുക്ക് വളരെ വളരെ പരിചിതമായ ഒരു സ്ഥലമാണ്. നിങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ് ഏറ്റവും നല്ല തുടക്കം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ, കോളേജ്, ഓഫീസ്, നിങ്ങളുടെ അടുത്ത സുഹൃത്തിന്റെ വീട്, ഏതുമാകാം. പക്ഷേ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി ഉണ്ടായിരിക്കണം. ഇന്ന് നമുക്ക് നിങ്ങളുടെ സ്വന്തം വീട് തിരഞ്ഞെടുക്കാം. ഇനി ആ വീടിനകത്തുകൂടി നിങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു വഴി തീരുമാനിക്കണം. ഉദാഹരണത്തിന്, മുൻവാതിലിൽ മെയിൻ ഡോറിൽ നിന്ന് തുടങ്ങി നേരെ സ്വീകരണ മുറിയിലേക്ക് ലിവിംഗ് റൂം, അവിടെ നിന്ന് ഭക്ഷണമുറിയിലേക്ക് ഡൈനിങ് റൂം, പിന്നെ അടുക്കളയിലേക്ക് കിച്ചൺ, അതിനുശേഷം കിടപ്പുമുറിയിലേക്ക് ബെഡ്റൂം, അവസാനം ബാത്റൂമിൽ അവസാനിക്കുന്ന ഒരു വഴി. പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ഇതേ വഴി തന്നെ പിന്തുടരുക എന്നതാണ്. ഘട്ടം 3, 15 സ്റ്റോപ്പുകൾ, ലോസി സ്റ്റോപ്സ് കണ്ടെത്തുക. ഇനി നമ്മൾ തീരുമാനിച്ച ഈ വഴിയിൽ നമുക്ക് വിവരങ്ങൾ സൂക്ഷിക്കാൻ 15 പ്രത്യേക സ്ഥലങ്ങൾ അഥവാ സ്റ്റോപ്പുകൾ കണ്ടെത്തണം. ഈ സ്റ്റോപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി ആ വഴിയിൽ വരുന്നതായിരിക്കണം. നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. 1, മുൻവാതിൽ, മെയിൻ ഡോർ. 2, ഷൂ റാക്ക്. 3, സോഫ അല്ലെങ്കിൽ കൗച്ച്. 4, ടിവി, ടെലിവിഷൻ. 5, കോഫി ടേബിൾ. 6, ഡൈനിങ് ടേബിൾ. 7, ഫ്രിഡ്ജ്. 8, ഗ്യാസ് സ്റ്റൗ. 9, കിച്ചൺ സിങ്ക്. 10, കിടക്ക. 11, അലമാറ, വാർഡ്രോബ്, കബോർഡ്. 12, കണ്ണാടി, മിറർ. 13, ടോയ്ലറ്റ്, ക്ലോസറ്റ്. 14, ഷവർ. 15, വാഷ് ബേസിൻ. ഈ 15 സ്ഥലങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. വേണമെങ്കിൽ വീഡിയോ നിർത്തി ഈ 15 സ്ഥലങ്ങളിലൂടെ ഒന്ന് മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക. ഘട്ടം 4, പലചരക്ക് ലിസ്റ്റ് ചലഞ്ച്. ഇനി നമ്മൾ ഈ കൊട്ടാരം ഉപയോഗിച്ച് 15 സാധനങ്ങളുള്ള ഒരു ലിസ്റ്റ് ഓർത്തെടുക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. ലിസ്റ്റ് ഇതാ: മുട്ട, പാൽ, ബ്രെഡ്, വെണ്ണ, ആപ്പിൾ, വാഴപ്പഴം, ചിക്കൻ, ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, ചായപ്പൊടി, പഞ്ചസാര, ഉപ്പ്, സോപ്പ്, ടൂത്ത്പേസ്റ്റ്. പക്ഷേ ഇത് മനഃപാഠമാക്കാൻ ശ്രമിക്കരുത്. പകരം ഭാവനയെ പൂർണ്ണമായി ഉപയോഗിക്കുക. 1, മുൻവാതിൽ.
നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുൻവാതിൽ തുറക്കാൻ പോകുന്നു. വാതിൽ തുറന്നതും മുകളിൽ നിന്ന് ആയിരക്കണക്കിന് മുട്ടകൾ ഒരു വെള്ളച്ചാട്ടം പോലെ നിങ്ങളുടെ തലയിലേക്കും ദേഹത്തേക്കും വീഴുന്നു. പൊട്ടിയ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നിങ്ങളുടെ ദേഹത്തുകൂടി ഒഴുകിപ്പോകുന്നു. ആ വഴുവഴുപ്പ്, ആ മണം, മുട്ടത്തോടുകൾ ദേഹത്ത് കൊള്ളുന്നത് എല്ലാം അനുഭവിക്കുക. 2. ഷൂ റാക്ക്. പാൽ. നിങ്ങൾ മുട്ടയുടെ ഇടയിലൂടെ നടന്ന് ഷൂ റാക്കിന്റെ അടുത്തെത്തുന്നു. നോക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷൂസിനകത്ത് നിറയെ പാൽ. ആരോ ഷൂസിനെ ഒരു പാത്രം പോലെ ഉപയോഗിച്ചിരിക്കുന്നു. പോരാത്തതിന് ആ ഷൂസിനകത്തിരുന്ന് ഒരു ചെറിയ പശു അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നു. ആ പശുവിനെ കാണുക, അതിന്റെ കരച്ചിൽ കേൾക്കുക. 3. സോഫ. ബ്രെഡ്. നിങ്ങൾ സ്വീകരണ മുറിയിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ ഭംഗിയുള്ള സോഫ കാണാനില്ല. പകരം ബ്രെഡ് കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഭീമാകാരമായ സോഫ. നിങ്ങൾ അതിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞെരിഞ്ഞു പൊടിഞ്ഞു പോകുന്നു. ബ്രെഡിന്റെ മണം നിങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. 4. TV. വെണ്ണ. നിങ്ങൾ ടിവിയുടെ അടുത്തേക്ക് പോകുന്നു. TV ഓണാണ്. പക്ഷെ സ്ക്രീനിൽ സിനിമയില്ല. മറിച്ച് മഞ്ഞ നിറത്തിലുള്ള വെണ്ണ ഉരുകി താഴേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. റിമോട്ട് എടുത്ത് ചാനൽ മാറ്റാൻ നോക്കുമ്പോൾ റിമോട്ടും ഒരു വെണ്ണക്കട്ടയാണ്. കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. 5. കോഫി ടേബിൾ. ആപ്പിൾ. കോഫി ടേബിളിന്റെ മുകളിൽ ഒരു വലിയ ആപ്പിൾ ഇരിക്കുന്നു. പക്ഷെ അതൊരു സാധാരണ ആപ്പിൾ അല്ല. അതിന് കൈകളും കാലുകളുമുണ്ട്. അത് നിങ്ങളെ നോക്കി സംസാരിക്കുന്നു. എന്നെ കഴിക്കല്ലേ എന്ന്. ആപ്പിളിന്റെ തിളങ്ങുന്ന ചുവപ്പ് നിറം കാണുക, അതിന്റെ ശബ്ദം കേൾക്കുക. 6. ഡൈനിങ് ടേബിൾ. വാഴപ്പഴം. ഡൈനിങ് ടേബിളിന് കാലുകൾക്ക് പകരം 4 വലിയ മഞ്ഞ വാഴപ്പഴങ്ങളാണ്. ടേബിൾ ആടിക്കൊണ്ടിരിക്കുന്നു. 7. ഫ്രിഡ്ജ്. ചിക്കൻ. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അകത്ത് ഐസിന് പകരം ജീവനുള്ള കുറെ കോഴിക്കുഞ്ഞുങ്ങൾ കൊക്കൊക്കൊക്കോ എന്ന് ശബ്ദമുണ്ടാക്കി പുറത്തേക്ക് ഓടി വരുന്നു. 8. ഗ്യാസ് സ്റ്റൗ. ഉള്ളി. സ്റ്റൗ കത്തിക്കുമ്പോൾ തീ വരുന്നതിന് പകരം ചെറിയ ഉള്ളികൾ ഒരു വെടിയുണ്ട പോലെ പുറത്തേക്ക് തെറിക്കുന്നു. അവ നിങ്ങളുടെ കണ്ണിൽ തട്ടി കണ്ണുനീർ വരുന്നു. ആ നീറ്റൽ അനുഭവിക്കുക. 9. സിങ്ക്. തക്കാളി. സിങ്കിലെ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളത്തിന് പകരം ചുവന്ന തക്കാളി ജ്യൂസ് ആണ് വരുന്നത്. സിങ്ക് മുഴുവൻ തക്കാളി സോസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 10. കിടക്ക. ഉരുളക്കിഴങ്ങ്. നിങ്ങളുടെ കിടക്കയിൽ മെത്തയ്ക്ക് പകരം നിറയെ ഉരുളക്കിഴങ്ങുകളാണ്. അതിൽ കിടക്കാൻ ശ്രമിക്കുമ്പോൾ ഉരുളക്കിഴങ്ങുകൾ ഉരുണ്ടുപോകുന്നു. 11. അലമാര. ചായപ്പൊടി. അലമാര തുറക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് പകരം കറുത്ത ചായപ്പൊടി ഒരു മല പോലെ താഴേക്ക് വീഴുന്നു. ആ ചായപ്പൊടിയുടെ ഗന്ധം ശ്വസിക്കുക. 12. കണ്ണാടി. പഞ്ചസാര. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രതിബിംബത്തിന് പകരം പഞ്ചസാര തരികൾ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം കാണുന്നു. നിങ്ങൾ തൊടുമ്പോൾ അത് പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നു. 13. ടോയ്ലറ്റ്. ഉപ്പ്. ക്ലോസറ്റ് തുറക്കുമ്പോൾ അതിനകത്ത് വെള്ളത്തിന് പകരം നിറയെ കല്ലുപ്പാണ്. 14. ഷവർ. സോപ്പ്. ഷവർ ഓൺ ചെയ്യുമ്പോൾ വെള്ളത്തുള്ളികൾക്ക് പകരം ചെറിയ സോപ്പ് കട്ടകളാണ് നിങ്ങളുടെ ദേഹത്തേക്ക് വീഴുന്നത്. 15. വാഷ് ബേസിൻ. ടൂത്ത് പേസ്റ്റ്. വാഷ് ബേസിനിൽ ഒരു ഭീമൻ ടൂത്ത് പേസ്റ്റ് ട്യൂബ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു. അത് നിങ്ങളെ നോക്കി ചിരിക്കുന്നു. ഭാഗം 4. ഓർത്തെടുക്കൽ. ദി റീകോൾ. ഇനി ഏറ്റവും രസകരമായ ഭാഗം. കണ്ണുകൾ അടയ്ക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, റിലാക്സ്. ഇനി നമ്മൾ നമ്മുടെ കൊട്ടാരത്തിലൂടെ ഒരു മാനസിക യാത്ര നടത്താൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുൻവാതിലിന്റെ മുന്നിൽ നിൽക്കുന്നു. വാതിൽ തുറന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ വഴുവഴുപ്പുള്ള മണമുള്ള അനുഭവം ഓർമ്മയുണ്ടോ? അതെ, മുട്ട. ഇനി അകത്തേക്ക് നടക്കൂ, ഷൂ റാക്കിന്റെ അടുത്തേക്ക്. അവിടെ എന്താണ് കണ്ടത്? നിങ്ങളുടെ ഷൂസിനകത്ത് ഒരു പാവം ജീവി കരയുന്നുണ്ടായിരുന്നല്ലോ. അടുത്തത് സ്വീകരണ മുറിയിലെ സോഫ. അതിലിരിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബ്രെഡ്. കണ്ടോ? നിങ്ങൾ മനപ്പാഠം പഠിക്കാൻ ശ്രമിച്ചില്ല. നിങ്ങൾ ആകെ ചെയ്തത് കുറച്ച് വിചിത്രമായ ചിത്രങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ്. ഇനി ഇതുപോലെ ആ വഴിയിലൂടെ അവസാനം വരെ ഒന്ന് പോയി നോക്കൂ. ഓരോ സ്റ്റോപ്പിലും നിങ്ങൾ സ്ഥാപിച്ച ആ വിചിത്രമായ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരും. അതോടൊപ്പം ആ സാധനത്തിന്റെ പേരും. എങ്ങനെയുണ്ട്? 15 സാധനങ്ങളും അതേ ക്രമത്തിൽ ഓർത്തെടുക്കാൻ സാധിച്ചോ? 10 എണ്ണമെങ്കിലും കിട്ടിയെങ്കിൽ പോലും അതൊരു വലിയ വിജയമാണ്. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഇത്രയും കിട്ടിയെങ്കിൽ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നേടാൻ കഴിയുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഗം 5. അഡ്വാൻസ്ഡ് ടെക്നിക്കുകളും അനന്തമായ ഉപയോഗങ്ങളും. ഇപ്പോൾ നിങ്ങൾ മെമ്മറി പാലസിന്റെ അടിസ്ഥാനം പഠിച്ചു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിനെ കൂടുതൽ ശക്തമാക്കാനും ഓർമ്മകൾ ദീർഘകാലം നിലനിർത്താനും സങ്കീർണമായ വിവരങ്ങൾ ഓർക്കാനും ചില വഴികളുണ്ട്. 1. സ്പേസ്ഡ് റിപ്പിറ്റേഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നതിന് ഒരു രീതിയുണ്ട്. അതിനെ മറവിയുടെ കർവ്, ഫോർഗറ്റിംഗ് കർവ് എന്ന് പറയും. ഒരു കാര്യം പഠിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അതിന്റെ ഭൂരിഭാഗവും മറക്കും. ഇത് തടയാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ.
നിങ്ങൾ ഇന്ന് നിർമ്മിച്ച ഈ പലചരക്ക് ലിസ്റ്റിന്റെ മെമ്മറി പാലസ് 1 മണിക്കൂർ കഴിഞ്ഞ് മനസ്സുകൊണ്ട് ഒന്നുകൂടി സന്ദർശിക്കുക. പിന്നെ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ്, പിന്നെ നാളെ രാവിലെ, അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ്, പിന്നെ ഒരു മാസം കഴിഞ്ഞ്. ഇങ്ങനെ ഇടവേളകൾ കൂട്ടിക്കൂട്ടി വന്ന് ഇടയ്ക്കിടെ ആ കൊട്ടാരത്തിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ ആ ഓർമ്മ നിങ്ങളുടെ തലച്ചോറിൽ ആഴത്തിൽ പതിയുകയും ദീർഘകാല ഓർമ്മയായി, ലോങ് ടേം മെമ്മറിയായി മാറുകയും ചെയ്യും. 2. ചങ്കിങ്. ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റോപ്പിലും ഓരോ സാധനമാണ് വെച്ചത്. എന്നാൽ സങ്കീർണമായ വിവരങ്ങൾ ഓർക്കാൻ ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പാക്കി ആ ഗ്രൂപ്പിനെ ഒരു ചിത്രമാക്കി ഒരു സ്റ്റോപ്പിൽ വെക്കാം. ഇതിനാണ് ചങ്കിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ചേരുവകളാണ് ഓർക്കുന്നതെങ്കിൽ മൈദ, പഞ്ചസാര, വെണ്ണ, മുട്ട, ഈ 4 സാധനങ്ങളെയും ചേർത്ത് ഒരു ചിത്രമുണ്ടാക്കാം. സംസാരിക്കുന്ന, ഡാൻസ് കളിക്കുന്ന ഒരു ഭീമൻ കേക്കിനെ നിങ്ങളുടെ 1ാമത്തെ സ്റ്റോപ്പായ മുൻവാതിലിൽ സ്ഥാപിക്കാം. ആ കേക്കിനെ കാണുമ്പോൾ തന്നെ അതിലെ 4 ചേരുവകളും നിങ്ങൾക്ക് ഓർമ്മ വരും. ഇനി ഇതെവിടെയെല്ലാം ഉപയോഗിക്കാം? പരീക്ഷയ്ക്ക് പഠിക്കാൻ, ചരിത്രത്തിലെ വർഷങ്ങളും സംഭവങ്ങളും, കെമിസ്ട്രിയിലെ ഫോർമുലകൾ, ബയോളജിയിലെ വർഗീകരണങ്ങൾ, നീണ്ട ഉപന്യാസങ്ങളിലെ പ്രധാന പോയിന്റുകൾ, എന്തുമാകട്ടെ, ഓരോ ചാപ്റ്ററിനും ഓരോ മെമ്മറി പാലസ് ഉണ്ടാക്കണം. നിങ്ങളുടെ വീട്, കോളേജ്, ലൈബ്രറി, സുഹൃത്തിന്റെ വീട്, അങ്ങനെ എത്ര കൊട്ടാരങ്ങൾ വേണമെങ്കിലും നിർമ്മിക്കാം. പുതിയൊരു ഭാഷ പഠിക്കാൻ, ഒരു പുതിയ ഭാഷയിലെ വാക്കുകൾ ഓർക്കാൻ പാടാണോ? ഓരോ വാക്കിനും ഒരു വിചിത്രമായ ചിത്രം നൽകി നിങ്ങളുടെ കൊട്ടാരത്തിലെ ഓരോ സ്റ്റോപ്പിലായി സ്ഥാപിക്കുക. ആളുകളുടെ പേരുകൾ ഓർക്കാൻ, പുതിയതായി പരിചയപ്പെടുന്ന ആളുകളുടെ പേര് അവരുടെ മുഖവുമായി ബന്ധപ്പെടുത്തി ഒരു വിചിത്ര ചിത്രമുണ്ടാക്കുക. ഉദാഹരണത്തിന്, അരുൺ എന്ന പേരുള്ള ഒരാളെ കാണുമ്പോൾ അയാളുടെ തലയിൽ നിന്ന് ഒരു ചെറിയ അരുവി, പുഴ ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക. ദൈനംദിന ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ്, ഫോൺ നമ്പറുകൾ, പാഴ്വസ്തുക്കൾ, പാസ്വേഡുകൾ, എന്തിനേറെ പറയുന്നു, കേട്ട ഒരു തമാശ ഓർത്തു വെക്കാൻ പോലും ഈ ടെക്നിക് ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ ആദ്യത്തെ ഓർമ്മയുടെ കൊട്ടാരം നിർമ്മിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും ഇത്. ഓർക്കുക, നിങ്ങളുടെ ഓർമ്മശക്തിക്ക് ഒരു കുറവുമില്ല. അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു എന്ന് മാത്രം. ഈ ടെക്നിക് ഒരു മാജിക് അല്ല, ഇത് ശുദ്ധമായ ശാസ്ത്രമാണ്. നിങ്ങളുടെ തലച്ചോറ് സ്വാഭാവികമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവോ ആ രീതിയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇതിന് വേണ്ടത് പരിശീലനമാണ്. ദിവസവും ഒരു 10 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. ചെറിയ ചെറിയ ലിസ്റ്റുകൾ ഓർക്കാൻ ശ്രമിക്കുക. പുതിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുക. നിങ്ങൾ എത്രത്തോളം വിചിത്രമായി ചിന്തിക്കുന്നുവോ അത്രത്തോളം ശക്തമാകും നിങ്ങളുടെ ഓർമ്മ. ഇനി ഒരിക്കലും എനിക്ക് ഓർമ്മശക്തി കുറവാണ് എന്ന് പറയരുത്. പകരം പറയുക, എനിക്കൊരു പരിശീലനം ലഭിച്ച ഓർമ്മശക്തിയുണ്ട് എന്ന്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആത്മവിശ്വാസം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠനത്തിലും ജോലിയിലും ജീവിതത്തിലും ഓർമ്മയെ ഒരു ഭാരമായി കാണാതെ ഒരു സൂപ്പർ പവറായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ കുറച്ച് നിമിഷങ്ങളെടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പുതിയ അപ്ഡേറ്റുകൾ ഒന്നും നഷ്ടമാകാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വിഷയവുമായി നമുക്ക് ഉടൻ കാണാം. അതുവരെ നന്ദി.